ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടത്. ബി.ജെ.പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് കട്ടെടുത്ത് കൊണ്ടുപോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിന് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിച്ചു. കർണാടകയിലെ ഉദാഹരണമാണ് അദ്ദേഹം വിശദീകരിച്ചത്. കഴിഞ്ഞ 6 മാസക്കാലം നടത്തിയ പഠനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിൽ 35,000-ൽ താഴെ മാത്രം വോട്ടിനാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. ഇവിടെ ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 1,14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മഹാദേവപുര എന്ന മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ചു. മറ്റു മണ്ഡലങ്ങളിലൊന്നും മുന്നിട്ടെത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരൊറ്റ മണ്ഡലത്തിലെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ 34,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിക്ക് ബംഗളൂരു സെൻട്രൽ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. Congress wins all the Vidhan Sabhas except this one, and in this one BJP sweeps and gets a margin of 1,14,046. This seat wins them the election. ഒരാൾ തന്നെ രണ്ടിടത്ത് വോട്ട് ചെയ്ത 11,000 സംഭവങ്ങൾ, ഒരേ വിലാസത്തിൽ 80-ലധികം ആളുകൾ, അതായത് ഒരൊറ്റമുറി വീട്ടിൽ 80-ലധികം ആളുകൾ താമസിക്കുന്നതിൻ്റെ രേഖയുണ്ടാക്കി വോട്ട് ചേർത്തു. ഫോറം 6, അതായത് കന്നി വോട്ടർമാർക്കുള്ള ഫോമും അത് ദുരുപയോഗം ചെയ്തു. 75-ഉം 95-ഉം വയസ്സെല്ലാം പ്രായമുള്ള ആളുകൾ ആദ്യമായി വോട്ട് ചെയ്യുന്നു എന്ന് കാണിച്ച് വോട്ട് രേഖപ്പെടുത്തി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. മാത്രമല്ല, വ്യാജവിലാസത്തിൽ 40,000-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. ഇങ്ങനെയെല്ലാം തിരിമറി നടന്നു ബംഗളൂരു സെൻട്രലിൽ എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. फेक एड्रेस, या तो एड्रेस है ही नहीं, या फिर एड्रेस 0, हाउस नंबर 0, स्ट्रीट नंबर 0 दिखाइए. हाउस नंबर 0 देखिए, मुनियप्पा जी, मंजुला मुनियप्पा जी का हाउस नंबर 0. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ സമാനമായിട്ടുള്ള ഇടപെടൽ നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇങ്ങനെ 25ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രം കുഴപ്പങ്ങൾ കാണിച്ചാൽ ബി.ജെ.പിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയും. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ക്രമക്കേടിന്റെ രേഖകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഖകൾ രാഹുൽ ഹാജരാക്കും. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും നാളെ ബംഗളൂരുവിൽ വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.